പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 2-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരമുയർത്തി കർത്താവിനോട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന് അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. 86-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാകുന്നുവല്ലോ, അങ്ങ് മാത്രം ദൈവമാകുന്നു. ഈ മനോഹരമായ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കും, കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ആമേൻ. അത് 13-ാമത്തെ വാക്യം, എന്നോടുള്ള കർത്താവിൻ്റെ ദയ വലിയതല്ലോ, കർത്താവിൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. പുതുശക്തി ഇവരുടെ മേൽ പ്രാപിക്കട്ടെ, പുതുബലം ധരിക്കട്ടെ. ഇവർ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു വരട്ടെ. അനേകർക്ക് ബ്ലെസ്സിങ് ആയി തീരുവാൻ കർത്താവെ അങ്ങ് ഇവരെ ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ, വീര്യപ്രവൃത്തികൾ നടക്കട്ടെ. ഇന്ന് പകൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങളുടെ പകലായി മാറട്ടെ. പ്രത്യേകിച്ച് ലിവർ സംബന്ധമായ രോഗങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കുടലിനകത്തുള്ള രോഗങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. നേസൽ ബ്ലോക്കുകൾ, ആമേൻ, മൂക്കിനകത്ത് ദശയൊക്കെ കിളിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൊണ്ടയ്ക്കകത്തുള്ള അസ്വസ്ഥതകൾ, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കൺവൾഷൻ വരുന്നത്, ഫിറ്റ്സ് മാതിരി ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. അത് വിട്ടുമാറട്ടെ, സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ആമേൻ, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ആമേൻ, കോളേജ് അഡ്മിഷൻ, യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. വിവാഹപ്രായമായവർ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ഭവനം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആമേൻ, നിർമ്മാണം ആരംഭിച്ചു, അതിനകത്ത് തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. വേഗത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. ഈ രാത്രി, ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഈ പകൽക്കാലം കർത്താവിൻ്റെ രക്തം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മറവായിരിക്കട്ടെ. ഇന്ന് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, ദൈവികമായ കൂട്ടായ്മ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും മഹത്തരവും ശ്രേഷ്ഠവുമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ നമ്മുടെ സഭായോഗമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും അതിൽ പങ്കെടുക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, ആമേൻ. ഈ മാസത്തിൻ്റെ പ്രത്യേകത ദ മന്ത് ഓഫ് അവേക്കനിങ്, എഴുന്നേൽക്കുക എന്നുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു സബ്ജക്റ്റാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. എവിടെയൊക്കെ എഴുന്നേൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ പല മീറ്റിങ്ങുകളിലായി ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രാർത്ഥിക്കുക, ദൈവിക ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ പുതിയ മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുവാനാണ് ഇന്നത്തെ മെസ്സേജിൽ പരിശുദ്ധാത്മാവ് ബോധ്യം തന്നിരിക്കുന്നത്. ആമേൻ. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 13-ാമത്തെ അധ്യായം, 13-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നത്, ജ്ഞാനികളോടുകൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും, ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ട വരും. ഈ പുതിയ മാസത്തിൽ ആമേൻ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നല്ല ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുവാൻ പ്രാർത്ഥിക്കണം. ആമേൻ. നല്ല ബന്ധങ്ങൾ, അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. നല്ല ബന്ധങ്ങളിലൂടെ നമ്മളെ നടത്തുക എന്നുള്ളത്.
അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്നെ ദൈവിക പദ്ധതിയിലേക്ക് നടത്തുന്ന നല്ല കണക്ഷനുകളെ എനിക്ക് തരണം. അവൻ നല്ല ബന്ധങ്ങളെ കർത്താവ് എനിക്ക് തരുന്നതിനായിട്ട് സ്തോത്രം. എൻ്റെ ബലഹീനതയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന നല്ല ബന്ധങ്ങൾ, എന്നെ ബലപ്പെടുത്തുന്ന ബന്ധം, എൻ്റെ അറിവില്ലായ്മയിൽ എനിക്ക് അറിവ് തരുന്ന നല്ല ബന്ധങ്ങൾ എനിക്കുണ്ടാകട്ടെ. എന്നെ കറക്റ്റ് ചെയ്യുന്ന നല്ല കണക്ഷനുകൾ, നല്ല ബന്ധങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ അങ്ങനെ നല്ല ബന്ധങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുവാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആമേൻ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മോശ പറഞ്ഞു, മോശ വിക്കനാണ്, മോശയ്ക്ക് സംസാരിക്കാൻ കഴിയതിൽ. ഉടനെ കർത്താവ് പറഞ്ഞു, നോ പ്രോബ്ലം, അഹരോനെ ഞാൻ നിൻ്റെ കൂടെ വിടാം, നിനക്ക് പകരം അഹരോൻ സംസാരിക്കും. അതാണ് മോശയുടെ ഡെസ്റ്റിനിയിലേക്ക്, മോശയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുപോകാൻ ദൈവം അഹരോനെ ഉപയോഗിച്ചു. അതുപോലെ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. നമ്മുടെ യാത്രകളിൽ നമ്മളെ മുന്നോട്ട് കൈപിടിച്ചു കൊണ്ടുപോകുവാൻ, നമ്മളെ സഹായിക്കുവാൻ ദൈവം അതാത് സമയങ്ങളിൽ ഓരോരുത്തരെ കണക്ട് ചെയ്തു. ഈ പുതിയ മാസം പ്രാർത്ഥിക്കണം, കർത്താവെ, എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ കർത്താവ് പദ്ധതിയിൽ മുൻ കണ്ടിട്ടുള്ള ചിലരെ എന്നോട് കണക്ട് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, എന്നോട് കണക്ട് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ ചില നല്ല കണക്ഷനുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നല്ല ചില ബന്ധങ്ങൾ, ദാവീദും യോനാഥാനും മാതിരി ഉണ്ടായ ബന്ധം പോലെ നല്ല ബന്ധങ്ങളെ കർത്താവ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ചിലരുടെ ശുശ്രൂഷകളിൽ ദൈവം ചില നല്ല ബന്ധങ്ങൾ കൊടുത്ത് അത്ഭുതങ്ങളെ ചെയ്തു. ഒരിക്കൽ ഒരു ദൈവദാസൻ ഒരു ദേശത്ത് സുവിശേഷ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ പോയി. അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ദേശത്ത് ഒരു നല്ല ബന്ധം തരണം. അങ്ങനെ അദ്ദേഹത്തിന് ദൈവം ഒരു കുടുംബവുമായിട്ട് കണക്ട് ചെയ്തു. ആ കുടുംബം അദ്ദേഹത്തെ സഹായിച്ചു, അദ്ദേഹത്തെ പാർപ്പിച്ചു. എന്തിനു വേണം, അവരുടെ സ്ഥലം വരെ കൊടുത്ത് അവിടെ ആലയം പണിയുവാനും അതിപ്പോൾ ഒരു മെഗാ ചർച്ചായി മാറുവാനും ഇവിടെ വന്നു. ഇതൊക്കെയാണ് ദൈവം ഒരുക്കുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലും നല്ല ബന്ധങ്ങളെ കർത്താവ് നമുക്ക് തരുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവികമായ കണക്ഷനുകൾ ഉണ്ടാകണം. ദൈവികമായ ബന്ധങ്ങൾ, പിശാച് കൊണ്ടിരുന്ന ബന്ധങ്ങളുണ്ട്, അത് നമുക്ക് വേണ്ട. ദൈവികമായ ബന്ധങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിക്കുക. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ പുതുമാസം ഞങ്ങൾ പ്രാർത്ഥിക്കുക, നല്ല ബന്ധങ്ങൾ ഞങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങളെ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുപോകുന്ന, ദൈവിക പ്ലാനുകളിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് കയറ്റുന്ന നല്ല ബന്ധങ്ങളെ കർത്താവ് തരുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.